ഹലോ ഗൈസ്, നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവാണ് ഹരിയുടെ അമ്മനെ കൊണ്ടാക്കാൻ. അത് ഹരി ഇപ്പോൾ കാറും കൊണ്ടുവരും അവനെ കൊണ്ടാക്കാൻ. അവൻ്റെ അമ്മേൻ്റെ വയൽ ഹരിനെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകും ഗൈസ്. നമ്മൾ റോട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഹരി വരേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ കാറിലെത്തി. ഹരി വന്നു. ഞങ്ങൾ രണ്ടുപേരും ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. കണ്ടാവും. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ് അനിയനെ ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വ്ലോഗ് പ്രീമിയർ. അതെ, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മറ്റു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും. അതിന്റെ റിവ്യൂ ഇതിലറിയിക്കണം. അതെ അതെ, അതിലേറിച്ച പോരെ. ഇപ്പൊ നമ്മള് മുരിയാട് തെരുവീതികളിലൂടെ പോയോണ്ടിരിക്കാണ്. ഈ മൂവാണ്ടമാങ്കോ ട്രാഫിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാണ്ട് സീറ്റ് ബെൽറ്റ് കണ്ടിരിക്കാണ്. അയ്യോ ഗൈസ്, അത് ഞാൻ മറന്നുപോയി. സീറ്റ് ബെൽറ്റ് ഇട്ടങ്ങടാ. സീറ്റ് ബെൽറ്റ് ഇട്ട് ആന്റിനെ പിക്ക് ചെയ്തിട്ട് ഓഫ് ടു ഗുരുവായൂർ ഗൈസ്. നമ്മളിപ്പോ പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ പമ്പിൽ കയറുകയാണ് നമ്മൾ. HP പെട്രോൾ പമ്പ്. കാശ് നമുക്കൊരു വിഷയമല്ല, കാരണം ആന്റി തന്നു. 20 ലിറ്റർ പെട്രോൾ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഏതാ ഹോസ്പിറ്റലിൽ? സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ചുങ്കത്ത്. ചൂണ്ടൽ. ആന്റിനെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി വ്ളോഗ് എടുക്കും. അതെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ഗുരുവായൂർ ടെമ്പിൾ. ഇവര് പാൽപ്പായസം കുടിക്കാൻ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഹലോ ഗൈസ് ഇടയ്ക്ക് പറയേണ്ട കാര്യം എന്താ? കഴിഞ്ഞ വ്ളോഗ് ശ്രദ്ധിച്ച കാര്യം ഹലോ ഗൈസ് 20,000 വട്ടാണ് പറയണത്. അത് ശരിയാണല്ലോ. നിങ്ങളത് കമന്റ് അടിക്കുക എത്ര പ്രാവശ്യം പറഞ്ഞു. അതെ, ഞാനത് കിട്ടണ്ട്. അത് എത്ര വട്ടം പറഞ്ഞു തന്നെ. ഹലോ ഗൈസ് ഒരു താങ്കില്ല. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെത്താൻ 10 മിനിറ്റ് എടുക്കും. സ്വാഗതം കൃഷ്ണ. അയ്യോ, അവൻ ഒരു നിമിഷം ഡിമോഷണൽ ആക്കിയതാണ്. ഞാൻ പാട്ട് കട്ട് ചെയ്യാണ്, കാരണം കോപ്പിറൈറ്റ് അടിക്കും. നമ്മളിപ്പോൾ എന്താ പറയാ, ഇതിന്റെ പേര് അതെ, ഗുരുവായൂരിന്റെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 30 രൂപയുടെ ചാർജ് ഫോർ എ കാർ പാർക്കിംഗ്. നമ്മളിപ്പോ മൾട്ടി സ്റ്റോറി പാർക്കിങ്ങിൽ നിന്ന് പാർക്കൊക്കെ ചെയ്ത് നമ്മൾ എവിടെയാണ് നടക്കണേ? അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഗുരുവായൂരെത്തി. എൻട്രി അതല്ല, ഫുൾ ഫ്രഷ്. ഗൈസ്, നമ്മളിപ്പോൾ പാൽപ്പായസത്തിൻ്റെ ക്യൂവിലാണ്. 100 ലക്ഷം ആൾക്കാർ. അതുകൊണ്ടാണ് ക്യാമറ പൊക്കാത്തത്. പായസത്തിന് ടിക്കറ്റൊക്കെ എടുത്ത് വഴിപാട് സോറിടാ. പായസത്തിന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിവിടെ നിൽക്കുകയാണ്. ഡപ്പ വാങ്ങി. വില വിവരങ്ങൾ പറഞ്ഞു കൊടുത്തടാ. 20 രൂപയാണ് ഡപ്പയ്ക്ക്. അതെ, 100 രൂപയാണ് പായസത്തിന്. എത്ര ലിറ്റർ? 1/2 ലിറ്റർ പായസം. ഗുരുവായൂർ പാൽപ്പായസത്തിന് 1/2 ലിറ്റർ. 1/2 ലിറ്റർ. ഇപ്പൊ നമ്മളിനി അടുത്ത കടമ്പ ക്യൂ നിൽക്കണം. ഓ അതെ, ഈ കൗണ്ടർ വാങ്ങാനായിട്ട് ടിക്കറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ ക്യൂ നിന്നു. ഇനി അടുത്തത് പായസം. ഹരി പായസം പഴം വാങ്ങാൻ പോയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അവിടെ സന്ധ്യ പഴം ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തേ. കേടായതാണല്ലോ. പായസം ഉണ്ട് നമ്മുടെ കയ്യിൽ, എല്ലാം കിട്ടി. ചില്ലറ പൈസ ഇല്ലാത്തതുകൊണ്ട്, ഐ മീൻ ആൾക്ക് 20 രൂപ തരാനില്ലാത്തതുകൊണ്ട് ഷുഗർ പ്രസാദവും വാങ്ങി. കഴിച്ചിട്ട് പറയാന്നു. നമ്മള് എന്റെ ഫുൾ ധൈര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തിനാ പേടിക്കണേ? ഇവിടെ നാട്ടുകാരെ പേടിയാണ്. പിന്നെ പായസ കൗണ്ടറിൽ നീ തന്നാലും ക്യാമറ നോക്കരുതെന്ന് പറഞ്ഞു കഴിച്ചു. എന്താ പറയാ, ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പായസം ഒക്കെ വാങ്ങി. എന്താ സത്തോണ്ടിരിക്കണേ? നീ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഓക്കെ, അപ്പോൾ നമ്മൾ കാറിലെത്തിയിട്ട് കാണാം ഗൈസ്.
കാലിലെത്തിയിട്ട് നമ്മൾ സ്പെഷ്യൽ വ്യക്തിയുടെ അടുത്തേക്ക് പോകാനൊക്കെ അതെ അതെ. അമ്പലത്തിൽ നിന്ന് വന്നു, കാറി കയറി, ശരത്താണ് കണ്ടുപിടിക്കുന്നത്. ക്ലച്ച് ചവിട്ടി എൻ്റെ ഒട്ടപ്പടക്കി പറയാണ്ടിരിക്കാൻ വയ്യല്ലോ. കേരള ഗവൺമെൻറ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ EWD വർക്കേഴ്സിനോട് പറയണം വർക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഇവിടെയും പൊളിച്ചിടാണ്ട് ഒട്ട സ്ട്രെച്ച് ചെയ്ത് നശിപ്പിച്ച് കളയാൻ പറയണം. ഒന്നും ചെയ്യുന്നില്ല, നശിപ്പിച്ചും കളയുന്നില്ല, ശരിയാക്കുന്നില്ല. ഞങ്ങളുടെ മുരിയാട് റോഡിനെ കണ്ടുപിടിക്കൂ. ആ റോഡ് ദൈവം വേണ്ട പറഞ്ഞില്ല, അത് എടുത്ത് പൊളിച്ചടന്നിട്ട് ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ വർക്കാണ് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് ക്ലച്ച് തൊട്ട് എൻ്റെ കാര്യം എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ വ്യക്തിനെ കാണാൻ വേണ്ടി പോകും. ഞങ്ങൾക്ക് പുതിയ അല്ലെങ്കിലും ബ്ലോഗിൽ പുതിയതാണ്. ബ്ലോഗ് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ, വേറെ കാര്യം. അതെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം എന്താ അവിടുത്തെ സ്ഥിതി. ആ ആളുടെ അടുത്തെത്തിയിട്ട് നമുക്ക് വരാം. ഇപ്പോ സഹ്യദാരി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്തി ഗൈസ്. അമൃതവേണിയുടെ ബയോലാബ്സ് ആട്ടോ, അമൃതവേണി ഹെയർ ഓയിൽ. അമൃതവേണി അറിയില്ല, നമ്മുടെ മുടികളുള്ള സ്ഥലം. അപ്പൊ അതിലൊരു മാനേജറിനെ കാണാൻ നമ്മൾ വന്നിരിക്കുന്നത്. അടുത്ത പ്രൊമോഷൻ ഐ മീൻ കൊളാബറേഷൻ ആണെന്ന് അറിയാം. ചെറുപ്പം കൂടി ഉണ്ടല്ലേ ഫീറ്റ് അതുല്യനെ കാണാൻ മാനേജർ ഫ്രണ്ട്സാ. നമ്മള് കണ്ട, അതാണ് നമ്മുടെ ഹാൻഡ്. അപ്പൊ അതുല്യ ആരാ നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം. അതാണ് അതുല്യ. അതുല്യ മല്ലക്കലല്ല, അത് മറ്റേ ഇൻസ്റ്റാഗ്രാമറാ. ഗൈസ് അതുല്യ വരുന്നു. അതുല്യ ഡോറോ നോക്കണ്ട, ഡോറോ നോക്കടാ. അപ്പുറത്ത് ഹായ് ശരത്ത് വ്ളോഗിങ് ചാനൽ തുടങ്ങി. Say hi to my vlog. ചേച്ചിയുടെ പേര് വന്ന് തെറ്റിച്ച് പറഞ്ഞു. മാറിപ്പോയി. ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലെ അതുല്യ പാലക്കല്ല അങ്ങനെ പറഞ്ഞു. അതെ, ശരത്ത് മറ്റേ ഇതല്ലേ ഈ കൊളാബറേഷൻ. അതല്ല, ഞങ്ങൾക്ക് കൊളാബറേഷൻ തരുമോ നിങ്ങളുടെ അപ്കമിങ് വ്ളോഗറാ? രണ്ടാമത്തെ ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇട്ടോട്ടാ. അതൊരു തേങ്ങയില്ല, അതൊക്കെ ഇവിടെ ഇടുന്നില്ല. നമ്മള് നന്നായിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഞങ്ങൾ ഇതിലോട്ട് വന്നേ. ലെഫ്റ്റ് ആവണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് ഫുഡാ വേണ്ടത്? ചേച്ചി നമുക്ക് ഫുഡ് മേടിച്ചു തരും. വെളുത്തി പോണ വ്യക്തി നമ്മള് രണ്ടുപേരും മാത്രമേ ഉണ്ട്, നമ്മള് മാത്രമേ വന്നുള്ളൂ. നേരത്തെ എനിക്ക് വരുന്ന രണ്ട് യുവാക്കൾ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ശങ്കരത്തിന് അഹങ്കാരം കൊണ്ടുണ്ടല്ലേ? നീ പെട്ടാ ഇത് കട്ടില്ല കിട്ടിയിട്ടു. ശങ്കരനൊക്കെ ഇപ്പൊ വേണ്ട, അതുല്യച്ചിന് വേണ്ട. ശങ്കരത്തെ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ ഇത് കാണുന്നത്. നമ്മള് ശരത്ത് എന്നോട് പറയുന്നത് ക്യാമറ ഓഫ് ചെയ്തത്. അതാണ് ഞങ്ങളുടെ കണ്ടന്റിന്റെ ഒഴുക്ക്. ചേച്ചി കണ്ടു ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ. നമ്മളിപ്പോ ടേസ്റ്റ് മന്ത്ര എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അതുല്യ ചേച്ചി ഹൈരിയൊക്കെ ഉണ്ട്. ഇവിടെ വന്നു ഗൈസ്, നമ്മുടെ ബിരിയാണി ഇപ്പൊ എത്തി. ചിക്കൻ ബിരിയാണി, അതെ, ദം ബിരിയാണി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇഷ്ടപ്പെട്ട? നല്ല ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല കഴിച്ചു ബിരിയാണി. നമ്മളിപ്പോൾ ടേസ്റ്റ് വന്നതിന് ഭക്ഷണം കഴിച്ചു. വ്ളോഗാ ചേച്ചി. ചേച്ചിയുടെ ചെലവിൽ 3 ബിരിയാണി. ഇപ്പൊ നമ്മൾ ചേച്ചിനെ തിരിച്ചു കൊണ്ടാക്കി എടുക്കടാ, കളത്താട്ട് മാറിക്കളാ. നമ്മൾ ചേച്ചി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിൽ. പപ്പു ഹായ് പറഞ്ഞേ. ശരത്തിന്റെ ബ്ലോഗ് നാളെ ചാനലിൽ വരുന്നു. അതെ, നമ്മളിപ്പോ ചേച്ചിയുടെ, അയ്യോ ചേച്ചി സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ചേച്ചി ആ ഓഫീസിലെ പേര് അമൃതവേണിയിൽ നമ്മളെത്തി. ചേച്ചിനെ ഡ്രോപ്പ് ചെയ്ത്, ചേച്ചി ക്യാമറയിലുണ്ടോ? ബൈ. ടാറ്റാ. ആ ചേച്ചി ഞാൻ വരും. ഓക്കെ
ബൈ ബൈ ടാറ്റാ. ചേച്ചി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണത്. ഓക്കെ ഓക്കെ ടാറ്റാ. ശരി ചേച്ചി. ഓക്കെ നമ്മൾ ചേച്ചിനെ ഡ്രോപ്പ് ചെയ്ത്, അതായത് അമൃതവേണി അയ്യോ ഹെയർ ഓയിലിന്റെ മാനേജറിനെ ഡ്രോപ്പ് ചെയ്ത് ചേച്ചി ബിരിയാണി വാങ്ങി തന്ന് നമ്മളിപ്പോൾ പോവുകയാണ് ഗൈസ്. ശരിയാണല്ലോ. അപ്പൊ നമ്മളിവിടെ വെച്ച് നിർത്താണ്ട് ഇനി അടുത്ത വ്ളോഗിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കോൺഫിഡൻസ്. അതെ, ഈ വ്ളോഗ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സഹപാഠികൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സോറി സഹപ്രവർത്തകർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വ്ളോഗിടും റിസ്ക് ആണ്. ഞങ്ങളെ കണ്ടില്ല. ഗസ്റ്റ് അപ്പിയറൻസ് കുറെ ഉണ്ട് വ്ളോഗിൽ, നിങ്ങൾ മറക്കരുത് കാണാൻ. ഫുള്ള് കാണണം. ഫുള്ള് കാണാൻ മറക്കരുത്. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് കമന്റിൽ ഒരു ഹാർട്ട് ഇടും. നിങ്ങൾക്ക് ഫുള്ള് കണ്ടത് മനസ്സിലാവും. ലാസ്റ്റാണ് അടിച്ചു കളഞ്ഞാണെങ്കിലോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ പോവാണ്. ഇപ്പൊ നേരെ പോയിട്ടുണ്ടെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലെത്തും. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞങ്ങൾ കാണിച്ചു തരും. ഞങ്ങള് തൊള്ളന്ന് സൗണ്ട് ഒന്നും വന്നൊന്നുമില്ല. ഞങ്ങൾ റോഡ് കാണിച്ചു തരാം. ഏത് റോഡാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ റോഡും കൂടി ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ. അതെ, ഇത്രയും മോശപ്പെട്ട റോഡിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും പക്ഷെ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ്, ഇത്രയും ഭക്തജനങ്ങൾ തിക്കിക്കൂടി വരുന്ന സ്ഥലത്ത് റോഡ് നന്നാക്കി കൂടെ അവർക്ക് സമ്മതിക്കണം. പൊക്കോ കാർത്തിക് സൂര്യ അണ്ണ സോറി, എല്ലാ വ്ളോഗ്സും ഞാൻ കാണാറുണ്ട്. അതെ. പായസം കാണാണ്ട് കുടിച്ചെടുത്തു. അതെ, നമ്മളെന്താ പറഞ്ഞ ഇങ്ങനത്തെ റോഡ് മോശം, ഇവിടുത്തെ ഫെസിലിറ്റീസ് മോശം, എല്ലാം മോശം കാരണമാണ് നാട്ടുകാര് കുറെ ആൾക്കാര് ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നത് അല്ലേ. അതിനെ പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാം. അതെ, പോഡ്കാസ്റ്റ് ഇടേണ്ടിയിരിക്കുന്നു. ഇല്ല, പോഡ്കാസ്റ്റ് നമ്മള് പറയണല്ലോ, ചിലപ്പോ ഇടാൻ പറ്റിയില്ലെങ്കിലും. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് ഇത്രയും നേരമായി പറയാം. ഇത് എൻഡ് ആണ്. എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. റോഡ് റോഡൊന്നും വേണ്ട.